ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം ഏജ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. 15 അല്ല 14.5. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. കുട്ടിയും കെട്ടിയവനും ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് കുറേ പേരല്ല കുറച്ച് പേരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കലുണ്ട്, പിന്നെ അജി എന്താ സിന്ദൂരം തൊടാത്തെ, സിന്ദൂരം തൊട്ടാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സിന്ദൂരം ചേരാത്ത പോലെ തോന്നുന്നു, നെറ്റി ഇങ്ങനെ വല്ലാണ്ട് കയറിയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സിന്ദൂരൊക്കെ തൊട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് ആഗസ്റ്റ് 20-ാം തീയതി ആണ് കേട്ടോ. 20-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തമാശയ്ക്ക് പറയായിരുന്നു കേട്ടോ, ഒരിക്കലും മറക്കാത്ത ദിവസമാണെന്ന്. അപ്പം അന്ന് ഞാൻ ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പറയായിരുന്നു, അന്ന് നീ രാവിലെ ഒരുങ്ങലും അമ്പലത്തിൽ പോലൊക്കെ തിരക്കായിരുന്നു, ഇന്ന് ഇവിടെ അടുക്കളയിൽ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കാനുള്ള തിരക്കാന്ന് പറയായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിന്നെ എല്ലാം ഒത്തു വന്നു കേട്ടോ. ഞങ്ങൾ ബുധനാഴ്ച ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ആഗസ്റ്റ് 20 വന്നു, ബുധനാഴ്ചയും വന്നു, ചിങ്ങം 4 വന്നു, എല്ലാം ഒന്നിച്ച് വന്നൊരു വർഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങളെപ്പോഴും പറയുന്നില്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് കുഞ്ഞൂസിന് ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ എവിടെയും പോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നടക്കൂല. രാവിലെ നല്ല തിരക്കാണ്, അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പിന്നെ ചായ വെക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞിട്ട് ഒരുങ്ങാൻ നിന്നു കേട്ടോ, കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പോൾ വേഗം ചായയൊക്കെ വെച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞൂസ് എഴുന്നേറ്റിട്ടില്ല, അവനെ വേഗം എഴുന്നേൽപ്പിക്കണം. രാത്രി കുറച്ച് വൈകിട്ടാണ് കേട്ടോ കിടന്നത്, കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് കിടന്നത്. അപ്പോൾ നമുക്ക് ചായ വെക്കാം ആദ്യം. അപ്പോൾ ഇന്ന് ഞാൻ പാൽപ്പൊടി അല്ല കേട്ടോ, ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ നമ്മുടെ മറ്റേ എന്താ ടോണ്ട് മിൽക്കോ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടൻ്റെ ഒറ്റ നിർബന്ധത്തിന് വാങ്ങിച്ചതാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, വേറെ വീഡിയോസൊക്കെ കാണില്ല, നമ്മളിങ്ങനെ പുറമേയൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ പുറമേയൊക്കെ താമസിക്കുന്നവരുടെ വീഡിയോസൊക്കെ നമ്മൾ കാണൂലേ. അപ്പോൾ അവരിങ്ങനെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ആഗ്രഹം, ഇത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ പാല് കിട്ടായികയൊന്നുമില്ല കേട്ടോ. അവരൊക്കെ പുറമേയൊക്കെ താമസിക്കുന്നവരിങ്ങനെ പാലൊക്കെ കിട്ടാണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സാധാ പാല് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേഗം ചായ വെച്ചിട്ട് വേണം കുഞ്ഞൂസിനെ വിളിക്കാനായിട്ട്. പിന്നെ ഇന്ന് അമ്പലത്തിലേക്കൊന്നും പോയില്ല കേട്ടോ. പിന്നെ രാവിലെ അമ്പലത്തിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയം പോയി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ കുറച്ച് വൈകിപ്പോയി. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം പോയിട്ട്. കുഞ്ഞൂസിന് ക്ലാസ് ഉള്ളതുകൊണ്ടാണ്, ക്ലാസ് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ പരീക്ഷയും കൂടി ആയതുകൊണ്ട് അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് വിടാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെയുള്ള ആള് അമ്പലത്തിലേക്ക് അങ്ങനെ വരത്തില്ല കേട്ടോ, ആള് അത്ര വിശ്വാസിയല്ല. പിന്നെ ഏട്ടന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മളങ്ങനെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ വിഷയമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എൻ്റെ വിശ്വാസം, ഏട്ടൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. ഇങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ ഒന്നിച്ചൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പം നമ്മളടുത്ത് പിന്നെ ഞാൻ ഏതൊരു വീഡിയോയിലല്ല, ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ പറയലുണ്ട്, പിന്നെ 19-ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ പറയലുണ്ടായിരുന്നു. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അജി ലവ് മാരേജ് ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കല്യാണ കഥകളൊക്കെ നമുക്ക് പിന്നീട് എന്തായാലും ഇന്ന് ഇന്ന് ഞാനൊരു സദ്യ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് ആവൂന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിലൊരു സദ്യ ഒന്ന് ഒരുക്കണം എന്നുണ്ട്. അപ്പോൾ രാവിലെ കുഞ്ഞൂസ് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്യാമല്ലോ, സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രാവിലത്തെ ഈ തിരക്ക് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞൂസിനും ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ കൊടുക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കൊടുക്കല്ലോ കേട്ടോ, അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ചായ കൊടുക്കലില്ല. അപ്പം ചായ കൂടി കഴിഞ്ഞ് അവനെ ഒന്ന് വേഗം പറഞ്ഞു വിട്ടിട്ട് നമുക്ക് നമ്മുടെ കല്യാണ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പാചകമൊക്കെ ചെയ്യാം കേട്ടോ. സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു കേട്ടോ, ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. ഏട്ടാ സ്റ്റാറ്റസ് ഇടലില്ല കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും ആണെങ്കിലും ബർത്ത്ഡേക്ക് ആണെങ്കിലും പിന്നെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്ത് വന്നാലും ഏട്ടാ സ്റ്റാറ്റസ് ഇടുന്ന ആളെ അല്ല കേട്ടോ. പക്ഷെ ഞാൻ സ്റ്റാറ്റസ് ഇടും, ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് എന്നുള്ളതും ഞാൻ നോക്കാറുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനിന്ന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പോവാന്ന്. അങ്ങനെ സദ്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എനിക്ക് അറിയാവുന്ന കറികളൊക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു സദ്യ കേട്ടോ. അങ്ങനെ വലിയ ആർഭാടമായിട്ടുള്ള സദ്യ എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ള സദ്യ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ എല്ലാ കഷ്ണങ്ങളും കാര്യങ്ങളും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് അരിയിലാണ് കേട്ടോ കുറച്ച് സമയം എടുക്കുന്ന പരിപാടി. എന്തായാലും നിങ്ങൾക്ക് അറിയാലോ ഞാൻ പാചകത്തിലും കുറച്ച് സ്ലോ ആണ്, അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് വെള്ളരിയാണ് കേട്ടോ. വെള്ളരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചേനയുണ്ട്. ഇത് തോരനുള്ളതാണ് കേട്ടോ, ക്യാബേജാണ്. അപ്പോൾ എല്ലാം ഞാൻ തോരനുള്ള ഉള്ളിയും മുളകും അടക്കം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും ഞാൻ ചിരകി വെച്ചു കേട്ടോ. എനിക്കെല്ലാം പിന്നെ വെക്കലിൽ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ അരിയലും പിടിക്കലൊക്കെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി. അപ്പോൾ ഇത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ കുറച്ച് നേരം തണുപ്പ് മാറാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്ക് കുഞ്ഞൂസിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കുഞ്ഞൂസിന് ചോറ് കൊണ്ടുപോകണ്ട കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലിയൊരു റിസ്ക് ഇല്ല കേട്ടോ. കുഞ്ഞൂസിന് സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ കാര്യത്തിൽ വലിയ റിസ്ക് ഇല്ലാത്ത ചോറ് കൊണ്ടുപോകണ്ട. അവനിങ്ങനെ ഒരു പ്ലേറ്റും ഗ്ലാസും കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അവന് സ്കൂളിൽ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഉച്ചവരെ എക്സാം ഉള്ളൂ, പക്ഷേ 3 മണി വരെയായിട്ട് അവന് ക്ലാസ് ഉണ്ട് കേട്ടോ. അവന് ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഫുഡും കൊടുത്ത് നാളത്തേക്കുള്ളത് ടീച്ചർ കുറച്ച് പഠിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ടീച്ചറെ വിടുക. അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. ചോറ് കൊണ്ടുപോകാണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് ഗ്ലാസും പ്ലേറ്റും വെച്ച് കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് കഴുകിയിട്ട് അതുപോലെ തന്നെ വെക്കുമല്ലോ. അപ്പോൾ കുഞ്ഞൂസിൻ്റെ കാര്യങ്ങൾ വേഗം ചെയ്ത് പറഞ്ഞു വിടാം. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞൂസിന് പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് അജി പിന്നെ ലഞ്ച് ബോക്സ് ഒന്നും പാക്ക് ചെയ്യുന്നൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കാണാത്തയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മളെ കുഞ്ഞുവിന് ചെറിയൊരു മടി ഉണ്ട് സ്കൂളിൽ പോകാനായിട്ട്. കാരണം നമ്മൾ ഇന്നിങ്ങനെ വീട്ടിൽ ഞാനും ഏട്ടും ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് ഇന്ന് രാവിലെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വെഡിങ് ആനിവേഴ്സറിൻ്റെതായിട്ടുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന് ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരീക്ഷയല്ലേ, പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഒന്നും പറയാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞൂസ് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഏട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ടീഷർട്ട് കുഞ്ഞുവിനും പിന്നെ ഏട്ടനും അതേപോലെ തന്നെ എടുത്തോട്ടെ. അപ്പോൾ ഞങ്ങൾ അവൻ പോകുന്നതിന് മുമ്പായിട്ട് വേഗം ഫോട്ടോ ഏതെങ്കിലും ഒരു ഫോട്ടോ എങ്കിലും കറക്റ്റായിട്ട് കിട്ടട്ടെ. എനിക്കൊന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനോ സ്റ്റാറ്റസ് ഇടാനോ കറക്റ്റ് ഞങ്ങളെ അങ്ങനെ ഒരുപാട് നല്ല ഫോട്ടോസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. ഞങ്ങളങ്ങനെ എടുക്കില്ല. എൻ്റെ ഫോട്ടോസ് എടുക്കലുണ്ട്. നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. കുഞ്ഞുവിൻ്റെയും ഏട്ടൻ്റെയും ഫോട്ടോസും വീഡിയോസൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ നിന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം കുഞ്ഞുവിന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഒരേപോലത്തെ ഡ്രസ്സ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞൂസും ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട്. പിന്നെ കറക്റ്റ് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എന്താ പറയുക നാച്ചുറൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യാൻ കേട്ടോ. വർത്താനം പറയുന്നതൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കുഞ്ഞൂസ് കറക്റ്റായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നത് ഏട്ടൻ്റെയും കുഞ്ഞൂസിൻ്റെയും ഫോട്ടോസ് എടുത്തില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് ഇവരെ ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും പറയും കുഞ്ഞൂസ് എന്നെ പോലെയാണ് കാണാമെന്ന്. കാരണം അവൻ്റെ നെറ്റി കയറിയിട്ടുണ്ട്. നെറ്റി പിന്നെ നമ്മുടെ പാരമ്പര്യമാണല്ലോ. അപ്പോൾ നെറ്റി കയറിയ എന്നെ പോലെ എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവരിങ്ങനെ കാണുമ്പോൾ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടാണ് എനിക്കൊന്ന് ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ ഇവർ ഒരുപോലെ കാണാനൊക്കെ ഒരുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു അസൂയൊക്കെ ഉണ്ട്. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക അങ്ങനെയൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒക്കെ ഏകദേശം അങ്ങനെയൊക്കെ നോക്കലുണ്ട്. ഏട്ടനാണെങ്കിലും കുഞ്ഞാണെങ്കിലും ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഏകദേശം ഒരേ കളറൊക്കെ വരാനൊക്കെ നോക്കലുണ്ട്. ആദ്യം ഏട്ടൻ അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഏട്ടനും ഇപ്പോൾ സപ്പോർട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞൂസിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എൻ്റെ പണികളിലേക്ക് കിടന്നു കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറ്റി. കുഞ്ഞൂസ് വന്നിട്ട് ഒന്നിച്ച് കേക്ക് മുറിക്കണം. അപ്പോൾ അതേ ഡ്രസ്സ് ഇടണം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് അവൻ വരുന്ന സമയത്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം തന്നെ സാമ്പാർ വെക്കണം. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചുകൊണ്ട് വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കണം. പരിപ്പ് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. പരിപ്പും കഷ്ണം ഒന്നിച്ച് വേവിക്കാനിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് പരിപ്പ് ഒരു 2-3 വിസിൽ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഷ്ണം ഇട്ട് വേവിക്കുക. അജി സാമ്പാർ വെക്കുമ്പോൾ കാണിക്കണേ എങ്ങനെയാണ് അജി വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചു കേട്ടോ. ചോറ് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. 2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. കുത്തരിയുടെ ചോറാണ്, അപ്പോൾ നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും കറികളൊക്കെ ആവുന്ന സമയം കൊണ്ട് ചോറാവും. അപ്പോൾ ഞാൻ വേഗം തീ പിടിപ്പിച്ച് ചോറിന് വെള്ളവും വെച്ചു. പിന്നെ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പിന്നെ വെള്ളരിയും കൂടി വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പച്ചടിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ പച്ചടിക്ക് ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു.
പിന്നെ നിങ്ങളിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യം പിന്നെ അജിയുടെ ലവ് മാരേജ് ആയിരുന്നോ എന്നായിരുന്നു. അപ്പോൾ നമ്മുടേത് പിന്നെ ലൈഫ് സ്റ്റോറി വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയട്ടെ, ഞാൻ എൻ്റെ പെണ്ണ് കാണലും പിന്നെ കല്യാണത്തെക്കുറിച്ചും ലൈഫ് സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഉള്ളവർക്ക് അറിയാം, പുതുതായിട്ട് വരുന്നവരാണ് കേട്ടോ നമ്മളോട് ചോദിക്കാറുള്ളത്. അത് അവർ പ്രത്യേകം ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട് എൻ്റെ കല്യാണം 19-ാം വയസ്സിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. അപ്പോൾ ലവ് മാരേജ് ആയിരുന്നില്ല, ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു കേട്ടോ. എൻ്റെത് ഏട്ടൻ എന്നെ കാണാൻ വരുന്നത് 6ാമത്തെ ആളാണ് കേട്ടോ എന്നെ കാണാൻ വരുന്നത്. ഏട്ടൻ വരുന്നത് 6ാമത്തെയാണ്. പിന്നെ ഏട്ടന് പറഞ്ഞിട്ടില്ല, ഏട്ടൻ എന്നെ കാണാൻ വരുന്നത് 10ാമത്തെ ആളാണ് കേട്ടോ ഞാൻ. പിന്നെ 19-ാം വയസ്സിൽ കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി വീഡിയോൻ്റെ താഴെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അജിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് കല്യാണം കഴിക്കാൻ, അല്ലാണ്ട് പാരൻസ് പിന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഞാൻ വളർന്നു വന്നൊരു ചുറ്റുപാട് അങ്ങനെയായിരുന്നു. ഒരു 18, 20, 21 വയസ്സ്, 19 വയസ്സിൽ അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. ഞങ്ങളെ ഫാമിലിയിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഞാനൊരു ഡിഗ്രി ആ സമയമാകുമ്പോഴത്തേക്ക് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ പറയുകയാണ് എനിക്ക് കല്യാണം ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ല, എനിക്കൊരു ജോലിയായിട്ട് കല്യാണം കഴിക്കാൻ തന്നെ എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കന്ന് പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു, കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരുന്നു. നമുക്കറിയില്ലല്ലോ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കൂട്ടുകാർക്കുള്ളത് കടല വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. എല്ലാവരും നമ്മൾ ഒരുങ്ങി ഇതാക്കി നിൽക്കുന്നു. ഞാൻ പറയാതെ ഒറ്റയ്ക്കല്ല, ഇന്ന് നോക്കൂ ഞാനിവിടെ അടുക്ക, അതാണ് കല്യാണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റോറി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം ഏജ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 15 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. 15 14. ഞാൻ എപ്പോഴും ഏട്ടനെ ഇതാക്കി പറയുന്നതാണ് കേട്ടോ, ഞങ്ങൾ തമ്മിൽ 15 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ കേട്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇല്ലാന്ന് പറഞ്ഞാൽ നുണയായിപ്പോ. അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഉണ്ട് തന്നെ പറയാം. ഒരു കാലയളവിലുള്ള വ്യത്യാസം ഉണ്ടാവില്ലേ? സത്യം. ഏട്ടൻ 80s, ഞാൻ 90s, കുഞ്ഞു 2K. അപ്പൊ നമ്മൾ 3 ജനറേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ തുടക്കത്തിൽ കല്യാണം കഴിഞ്ഞപ്പോൾ തുടക്ക സമയത്തൊക്കെ എനിക്കല്ല നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 1 വർഷമൊക്കെ ഉണ്ടായിരുന്നില്ല ഏട്ടാ. പിന്നെ എനിക്ക് തോന്നി എന്താണെന്നറിയോ, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പം അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഏട്ടൻ മനസ്സിലാക്കുക, ഏട്ടൻ്റെ ഇഷ്ടങ്ങൾ ഒരാളുടെ ഭാഗം മാത്രം നമ്മൾ പറയാൻ പാടില്ല, പെൺകുട്ടിയുടെ ഭാഗം മാത്രം പറയാൻ പാടില്ല, ആൺകുട്ടിയുടെ ഭാഗം മാത്രം പറയാൻ പാടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഞാൻ നോക്കാം. പിന്നെ ഞാനിങ്ങനെ ഏട്ടനോട് ഏജിൻ്റെ കാര്യം പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, ഞങ്ങളിങ്ങനെ ഏജ് ഗ്യാപ്പിൻ്റെ കാര്യം പറയാം. ഞാൻ പറയും, പിന്നെ ഏട്ടൻ 15 വയസ്സെന്ന് പറയുമ്പോഴേ നമുക്കിങ്ങനെ 15 വയസ്സെന്ന് പറയുമ്പോൾ വലിയ ഇതായിട്ട് തോന്നൂല. ഏട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 1 വയസ്സാണ് പ്രായം. 10ാം ക്ലാസ്സിൽ പഠിക്കും 15 വയസ്സ്. അപ്പൊ ഞാൻ ഏട്ടനോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഏട്ടൻ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് വിചാരിക്കും, അപ്പോൾ 1 വയസ്സുള്ള കുട്ടീനെ കാണുമ്പോൾ എന്തായിരിക്കും ഇത്? അപ്പൊ ഏട്ടൻ പറയും ചുറ്റുടൂന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് തോന്നും കേട്ടോ. പിന്നെ എനിക്കൊന്നും ഏട്ടനെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ പറയുക, ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല കേട്ടോ. അത് ഏട്ടൻ്റെ ലുക്ക് അതിലാണ് പിടിച്ചു വെക്കുന്നത്. ഞാൻ കല്യാണ സമയത്താണെങ്കിലും എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞാൽ 19 വയസ്സ്, ഏട്ടന് 33 വയസ്സുണ്ട്. 33 അല്ലേ? 33 വയസ്സിൽ ഏട്ടന് അറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ബ്രോക്കർ മുഖേനയാണല്ലോ നമ്മൾ ഇത്. അപ്പോൾ ഏട്ടൻ ഡിഗ്രി ഫൈനൽ ഇയർ ആന്ന് പറഞ്ഞിട്ടാണ്. എന്നാലും അത്രയും കുറഞ്ഞില്ല ഏട്ടാ. എന്നാലും ഉണ്ടാവുമല്ലോ. ഏട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഏട്ടൻ എപ്പോഴും പറയും എനിക്ക് ഏട്ടനെ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷെ എന്താ പറയാ, വരാനുള്ളത് അതന്നെ. ഞാൻ എപ്പോഴും പറയും വരാനുള്ളത് FC-യിലാണെങ്കിലും വരും. അങ്ങനെയല്ല, പിന്നെ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജൂൺ മാസത്തിൽ കാണാൻ വരുന്നു. ജൂൺ 8-ന് കാണാൻ. ഏട്ടന് കറക്റ്റ് ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ജൂൺ 8-ന് കാണാൻ വേണ്ടി വരുന്നു. പിന്നെ ജൂൺ മാസം അവസാനം തന്നെ നിശ്ചയം നടക്കുന്നു. ഒരു ജൂലൈ മാസം 1 മാസം കിട്ടി, ആഗസ്റ്റിൽ കല്യാണം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ചുകൂടി ലവ് മാരേജ് അല്ല,
എനിക്ക് ലവ് മാരേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മളെ വീട്ടുകാരെ വേദനിപ്പിക്കാതെ, കാരണം നമ്മൾ അത്രയും നോക്കി വളർത്തി നമ്മളെ അച്ഛനും അമ്മേനെ വേദനിപ്പിക്കാതെ അവരും കൂടി ഇഷ്ടത്തോടെ, അത് വീട്ടുകാരും മനസ്സിലാക്കണം കേട്ടോ, അത് സത്യമല്ലേ. ഇപ്പൊ കുട്ടികൾ നമ്മളെ കുട്ടി പ്രേമിക്കാന്ന് വെച്ചിട്ട് അതിന് കാണരുത്. അവരും അതിനെ സപ്പോർട്ട് നല്ലതാണെങ്കിൽ മനസ്സിലാക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരാളെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഈ അറേഞ്ച് മാരേജിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ലെക്കാണ് കേട്ടോ, നമുക്കൊക്കെ ലെക്കാണ് സത്യം പറഞ്ഞാൽ. ഒന്നും അറിയാണ്ട് ഒരാൾ, ഞാൻ ലൈഫ് സ്റ്റോറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ എന്താ പറയട്ടെ, അതുണ്ട്. അതാണ് വീട്ടുകാരുടെ പ്രശ്നം. അവർക്ക് അവരെ കുട്ടിയെ കുറിച്ച് കൺസേൺ ഉണ്ടാവുമല്ലോ. സത്യം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഏജ് എന്ന് വെച്ചാൽ കുറച്ച് മെച്യൂരിറ്റി. ഞാൻ എന്തായാലും 19 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ കുറച്ച് പിന്നെ മെച്യൂരിറ്റി ഉള്ള ആളായിരിക്കണം, കുറച്ച് പ്രായമുള്ള ആളായിരിക്കണം. പക്ഷെ പ്രായം എന്ന് പറയുമ്പോൾ ലുക്ക് വൈസ് അങ്ങനെ തോന്നാനും പാടില്ല. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞു കിട്ടിയത് പോലെയാണ് ഏട്ടന് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഏട്ടന് അന്ന് 33 വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് ഏട്ടനെ കണ്ടാൽ പറയില്ല, അങ്ങനെ അത്ര പ്രായം തോന്നിക്കില്ല. അപ്പം അഹങ്കാരമാവരുത്. ഇപ്പൊ അതായിട്ട് പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞാൽ നിന്നെ കണ്ട പ്രായം തോന്നിക്കുക, എന്നെ കണ്ട പ്രായം തോന്നിക്കില്ല എന്നിട്ടാ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ പറയാം, ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തുടക്ക സമയത്തുള്ള ഏട്ടൻ കേൾക്കുന്ന പാട്ടും ഞാൻ കേൾക്കുന്ന പാട്ടും ഞങ്ങളത് എപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയും കേട്ടോ. ഏട്ടൻ എന്തായിരുന്നു ഏട്ടാ, 1000 അവസരങ്ങൾ കേൾക്കും, ഞാനിവിടെ ലജ്ജാവതിയെ കേൾക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അംഗീകരിക്കും, ഈഗോ ഇല്ലാതെ. ഇപ്പൊ എൻ്റെ ഇഷ്ടങ്ങൾ ഏട്ടൻ മനസ്സിലാക്കിയിട്ട് ഏട്ടന് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഇപ്പൊ പഴയ എൻ്റെ കറി ആവൂലേ. പിന്നെ ഏട്ടനാണെങ്കിലും ഒരുപാട് ഏട്ടന് പിന്നെ ക്യാരക്ടറിലാണെങ്കിലും ഏട്ടനൊരു ഭയങ്കര പെർഫെക്റ്റിൻ്റെ ആളാണ്. അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏട്ടൻ അടുക്കളയൊക്കെ ആയിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഏട്ടന് എന്തെങ്കിലും ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഏട്ടന് ഇഷ്ടമില്ല കേട്ടോ. അതെല്ലാം ഒതുക്കി വെച്ചോണ്ടേ ഇരിക്കുക. അപ്പൊ ഏട്ടന് മൊത്തത്തിൽ അങ്ങനെ ഒരു പെർഫെക്ഷൻ്റെ ഒരു ഇതുണ്ട്, എല്ലാത്തിനും നീറ്റായിരിക്കണം. ഏട്ടൻ്റെ ലുക്കാണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ ഇൻസൈഡൊക്കെ ചെയ്ത് അങ്ങനെയായിട്ട് നടക്കും, എല്ലാ സ്ഥലത്തും അങ്ങനെയായിട്ട് പോകും. ഏട്ടൻ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലായിരുന്നു ഞാൻ പക്ഷെ ഞാനത് ഏട്ടന് നിർബന്ധപൂർവ്വമല്ല. ഞാനാണെങ്കിലും പിന്നെ എന്താ പറയാ, ഏട്ടൻ്റെ ഈ ഒരു ലുക്കിലേക്ക് മാറ്റാൻ ഞാനല്ലേ കാരണം. പക്ഷെ അത് മാറാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെയല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ. പക്ഷെ നമ്മളിലേക്ക് മാറാനും നമ്മളോട് ചിന്തിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു ജോലി വേണം എന്നാൽ പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കുറയുമെന്ന് പറഞ്ഞില്ലേ. പക്ഷെ നമ്മളത് വെച്ചാൽ ജോലിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഭരിക്കാൻ പോവുക, അങ്ങനെയല്ല. അതിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട് നമ്മൾ എപ്പോഴും വേണം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ നീ വലുത് ഞാൻ വലുത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഏട്ടനൊരു ഇത് വരുമ്പോൾ ഞാൻ സഹായിക്കും, എനിക്കൊരു ഇത് വരുമ്പോൾ ഏട്ടൻ സഹായിക്കും. സ്നേഹം, അത് സത്യം. സ്നേഹം എല്ലായിടത്തും വേണം കേട്ടോ. അതില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് അതിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. വേറെ അത് സത്യ. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കും ആ ചിന്താഗതി ഇല്ലായിരുന്നു. ഒരു 11 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നമുക്കും പക്ക എന്താ പറയാ, എന്താണോ നാട്ടുമ്പുറത്ത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും കല്യാണം കഴിച്ചത്. ഇത്ര പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കുക, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും കല്യാണം കഴിച്ചത്. ഇപ്പൊ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ കല്യാണമേ കഴിക്കില്ല. സത്യം, കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പിന്നെ എന്തായാലും ഒരു കെട്ടുപാടല്ല. നമ്മളിപ്പോ നമ്മുടെ ഇടയിൽ ഇപ്പൊ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, നമ്മൾ സന്തോഷത്തോടാണ്. പക്ഷെ കല്യാണം കഴിക്കാതെ ജീവിക്കാൻ ഒരു ഓപ്ഷൻ നമുക്ക് ഈ തിരിച്ചറിവ് കിട്ടിയിട്ട്, അല്ല ഞാൻ പറയുന്നേക്ക്, ഈ തിരിച്ചറിവ് കിട്ടിയിട്ട് നമുക്കിപ്പോ കല്യാണം കഴിക്കാതെ ഒരു ഓപ്ഷൻ കിട്ടണം, അതല്ല ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയല്ല, എനിക്കിങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ തോന്നുന്നു. കുട്ടിയും കെട്ടിയവനും ആദ്യം എന്താണെന്നോ, ഒന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയൊക്കെ ആ കുട്ടീനൊക്കെ ഇങ്ങനെ നോക്കുക, വീട്ടുകാരെ നോക്കുക, ഇതൊക്കെ സ്വപ്നമായിരുന്നു. അതാണ് കല്യാണം ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, സുഖമുള്ള കാര്യം, എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ കല്യാണം കഴിക്കാം, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സ്റ്റേബിളായി കുറച്ച് ഏജൊക്കെ ആയിട്ട്. എന്നെ പോലെ 19 വയസ്സിലൊന്നും
ആരും കല്യാണം കഴിക്കരുത്. നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് പറയണേ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ, കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ, പുതിയ കുട്ടികളാണെങ്കിൽ അവർ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കല്യാണം പെട്ടെന്ന് കഴിക്കുന്നതാണോ, കുറച്ച് ഏജ് ആയിട്ട് കല്യാണം കഴിക്കുന്നതാണോ, അതോ കല്യാണം കഴിക്കാതിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് പിന്നെ പറയണം കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒരുപാട് സമയം പോയി കേട്ടോ. അപ്പോൾ പച്ചടിക്കുള്ള വറവാണ് കേട്ടോ ഞാൻ റെഡി ആക്കുന്നത്. പച്ചടി ഉണ്ടാക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ 2 കറി ഉണ്ടാക്കേണ്ട സമയം ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് തന്നെ സമയം പോയി. പിന്നെ ഒരു രസമാണ് ഇങ്ങനെ, എന്താണെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ നമ്മളോട് സംസാരിക്കാണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരിക്കും, പക്ഷേ പിന്നെയും ഇങ്ങനെ പറയാനും ഒരാൾ കേൾക്കാനും ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് കേട്ടോ. ഞങ്ങൾ ഓരോ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ വരും, എന്നിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ കേട്ടോ. അപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കേണ്ടത് കൂട്ടുകറിയാണ്. അപ്പോൾ ഏട്ടന് അതിനുള്ള തേങ്ങയാണ് കേട്ടോ വറുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കൂട്ടുകറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നുമില്ലെങ്കിൽ എനിക്ക് സാമ്പാറും കൂട്ടുകറി ആണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് കൂട്ടുകറിക്ക് ഞാൻ ആദ്യം കടല വേവിക്കാൻ വേണ്ടി വെച്ചു, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കടല വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേന ചേർത്തത്. പക്ഷേ ചേന അത്യാവശ്യം നന്നായിട്ട് വെന്തു പോയി കേട്ടോ. ചെറിയ ചേന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ചേന ഇങ്ങനെ നന്നായിട്ടങ്ങ് വെന്തു പോയി. അതുകൊണ്ട് എൻ്റെ കൂട്ടുകറി ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് തിക്കായിട്ട് കിട്ടിയില്ല, കുറച്ച് ലൂസായി പോയി. എങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ടേസ്റ്റൊക്കെ കറക്റ്റാണ്, പക്ഷേ കുറച്ച് പക്ഷേ പിന്നെ അറിയാലോ, ചേനയും കടലയൊക്കെ ആകുമ്പോൾ കുറച്ച് തണുക്കുമ്പോൾ കുറച്ച് കുറുകി വരും. എന്നാലും എനിക്ക് കുറച്ച് ടൈറ്റ് ആവാത്തതിലുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം തോരനുള്ളതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ ഞാൻ തലേദിവസം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി തേങ്ങ അടക്കം ചേർത്ത് വെച്ചതാണ്. അതുകൊണ്ട് കടുക് വറുത്ത് അതിനകത്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വെക്കേണ്ടത് പായസമാണ്. അപ്പോൾ പായസം മിക്സാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ സേമിയം എനിക്കറിയാം, ഞാനത് വറുത്തൊക്കെ വെക്കാനായ സമയം പോകും, എന്തായാലും എനിക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ മിക്സ് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് തോന്നി മിക്സ് വാങ്ങണ്ടായിരുന്നു, നമ്മൾ തന്നെ സേമിയ പായസം വെക്കുന്നതായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ് എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുറച്ച് തിക്കാവാതെ കുറച്ച് ലൂസായിട്ട് തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. സേമിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ലേശം ഒരു തിക്കായിട്ട് വരുമല്ലേ. അപ്പോൾ അങ്ങനെ പായസവും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് നമുക്ക് മെയിൻ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതെല്ലാം ഒന്ന് കഴുകി പെറുക്കി എല്ലാം ഒതുക്കി പെറുക്കി എല്ലാം തുടച്ചൊന്ന് വൃത്തിയാക്കി കേട്ടോ. മൊത്തം എണ്ണയൊക്കെ തെറിച്ചിട്ട് നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനും എന്നെ നന്നായിട്ട് ഇന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. എന്താ പറയുക, ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പണിയെടുത്തത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. പണിയെടുത്ത ഒരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ 2 പേരും ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ഇന്നൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിന്ന് സദ്യ ഉണ്ടാക്കുന്നതല്ല, നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് വെക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഞങ്ങളിങ്ങനെ ആഘോഷിക്കുന്നത് കേട്ടോ. ആഘോഷിക്കല്ല, ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ പപ്പടം കാച്ചലാണ്. പപ്പടം പൊതുവേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. ഞങ്ങൾ അങ്ങനെ പപ്പടം അധികം വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് സദ്യ ആയതുകൊണ്ട് പപ്പടം വാങ്ങിച്ചു. പിന്നെ കൈ ഒന്ന് പൊള്ളി കേട്ടോ. ഇന്ന് എന്തേ കൈ പൊള്ളാത്തേന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം എപ്പോഴും എനിക്ക് കൈ പൊള്ളും. അപ്പോൾ ഇന്ന് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എൻ്റെ കൈ പൊള്ളിയിട്ടില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ ആ പരാതി അങ്ങ് തീർത്തു കേട്ടോ. ചീനച്ചട്ടിയിൽ കൊണ്ടുപോയിട്ട് കൈ വെച്ചു. അപ്പോഴേക്ക് ഏട്ടൻ ഇലയൊക്കെ മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ സദ്യയിൽ എങ്ങനെയാണ് തുടക്കം അവസാനം അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന പോലെ ഞാൻ സദ്യ വിളമ്പാണ്. ആദ്യം കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് അതായിട്ട് മനഃപാത്രത്തോട് കൊണ്ടുവന്ന് കമത്തിയ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. പിന്നെ അച്ചാറ്, പിന്നെ കൂട്ടുകറി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയായി കേട്ടോ. അങ്ങനെ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു കൂട്ടുകറി ആയിട്ടുണ്ട്. പിന്നെ തോരൻ. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ അവിയൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിയൽ വേണമായിരുന്നു. പിന്നെ എനിക്ക് അവിയൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ എനിക്ക് അവിയൽ വെക്കാൻ അത്ര എക്സ്പേർട്ടും അല്ല. അതുകൊണ്ട് ഞാൻ അവിയൽ ഒഴിവാക്കിയതാണ്. പിന്നെ എനിക്ക് വിളമ്പുമ്പോൾ തോന്നി അവിയൽ വേണമെന്ന്. പിന്നെ പച്ചടിയാണ് കേട്ടോ വിളമ്പിയത്. പച്ചടിയിൽ ചുമന്ന മുളകൊക്കെ ഞാൻ പെറുക്കി മേലെ വെക്കാണ്ട് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. പിന്നെ ചോറും വിളമ്പി. പിന്നെ ഇതിനകത്ത് കുറേ ഒരു 2-3 കറികളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, കാണാനൊരു രസമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി. വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ സമയം ഉണ്ടായിരുന്നു, ഇനി കുറച്ചുകൂടി കറികൾ വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. പഴം പിന്നെ ശർക്കര വരട്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കായ വറുത്തതൊക്കെ നമ്മളിങ്ങനെ വെക്കില്ലേ, അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവസാനം സാമ്പാറും ഒഴിച്ചു. പിന്നെ മോരുകറി, കാളൻ എന്നൊക്കെ പറയാം. ഞാൻ എൻ്റെ രീതിയിൽ മോരുകറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ മോരുകറി സാമ്പാറൊക്കെ ആയി. പിന്നെ ലാസ്റ്റ് നമ്മൾ പപ്പടവും വെച്ചു കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ അതൊരു
എന്തോ ഒരു സംതൃപ്തിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കുന്നത്. വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ കുഞ്ഞൂസിനെ ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ഒന്നിച്ചിരിക്കുക അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞൂസ് എത്തി കേട്ടോ. കുഞ്ഞൂസ് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എങ്കിലും അവനോട് ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഇല്ല, അവൻ വൈകുന്നേരം കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണം സദ്യ ഉണ്ടാക്കുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് 3 പേർക്കും ഇലയൊക്കെ ഇട്ട് കഴിക്കണം എന്ന് അവൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പായസം കുടിച്ചില്ലായിരുന്നു. കുഞ്ഞൂസ് വന്നിട്ട് ഒന്നിച്ച് പായസം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞൂസിന് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സേമിയ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാലട പായസമായിരുന്നു. പാലട പായസം നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. കുഞ്ഞൂസ് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാത്തിരുന്നത്. എന്നോട് ആൾ രാവിലെ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ തന്നെ നമുക്ക് കേക്ക് മുറിച്ചുകൊണ്ട് തുടങ്ങിയാലോ അമ്മയെന്നാണ് കേട്ടോ. കാരണം അവനിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. കേക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ അവൻ കേക്ക് കട്ട് ചെയ്യുക അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൂസിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അവൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അവൻ ഒന്നിച്ച് നമ്മൾ ചെയ്യുക, അവനെയും കൂടി അതിനകത്ത് കൂട്ടുക, അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഞങ്ങളിപ്പോൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. അവൻ്റെ സന്തോഷമല്ലേ നമ്മുടെ ഈ സന്തോഷം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് ഞങ്ങൾ തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ 11ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് എന്തുകൊണ്ടും സ്പെഷ്യലായിരിക്കും കേട്ടോ. ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അടിപൊളിയായി. ഒന്നും അങ്ങനെ പാളിപ്പോവുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ. അത്രയ്ക്ക് സ്പെഷ്യലാണ്. ഞാനും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ പുറത്ത് പോയി ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ നമുക്കും അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് സന്തോഷമാണ് എനിക്ക് ഇന്നത്തെ ദിവസം. നമ്മൾ ഇന്ന് ചെയ്ത ഈ കാര്യങ്ങളിൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.